വെറും 2.5 മണിക്കൂറിന്റെ നേരമ്പോക്കിനപ്പുറത്തേക്ക് അത്ഭുതകരമായ മറ്റു ചിലതുകൂടി സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെന്ന് മലയാള പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയ സംവിധായകരെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ പോലും ഒഴിവാക്കാൻ കഴിയാത്ത പേരുകളിലൊന്നാണ് സംഗീത് ശിവന്റേത്. വിരലിൽ എണ്ണാവുന്ന സിനിമകൾക്ക് മാത്രം ജന്മം നൽകിയ ഒരു സംവിധായകൻ എന്തുകൊണ്ട് എക്കാലവും ഒരു മാസ്റ്ററായി തുടരുന്നു? അതിന് യോധ, ഗാന്ധർവം, നിർണയം എന്നീ 3 സിനിമകൾ തന്നെ ഉത്തരമായി മതിയാകും. കുടുംബ ബന്ധങ്ങളുടെ ഡ്രാമാറ്റിക് സംഘർഷങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന 90കളിൽ മലയാളത്തിൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത ഹോളിവുഡ് നിലവാരത്തിലുള്ള ഒരു മുഴുനീള ആക്ഷൻ സിനിമയായാണ് യോധ കടന്നു വരുന്നത്. നാടൻ കഥാപരിസരത്തു നിന്നും ആരംഭിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത മറ്റൊരു പരിസരത്തിലേക്കും പശ്ചാത്തലത്തിലേക്കും സിനിമ മാറുന്നു. ആത്മീയവും പേടിപ്പെടുത്തുന്ന മന്ത്രവാദവുമെല്ലാമായി സിനിമ മുൾമുനയിൽ നിർത്തുന്നു. കാഴ്ച നഷ്ടപ്പെടുന്ന നായകൻ മാർഷൽ ആർട്സിൻ്റെ അടവുകൾ പഠിച്ചെടുത്ത് അമാനുഷികമായി പൊരുതി നിൽക്കുന്ന സിനിമാറ്റിക് അനുഭൂതി മലയാള സിനിമ അന്നോളം ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. തൈപ്പറമ്പിൽ അശോകനും അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനും റിംബോച്ചിയുമെല്ലാം അങ്ങനെ മലയാളിക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടവരാകുന്നു. കാവിലെ പാട്ട് മത്സരവും AR റഹ്മാന്റെ പടകാളി ഉൾപ്പെടെയുള്ള പാട്ടുകളും മലയാളിയുടെ നിത്യജീവിതത്തിലെ ശൈലികളായി ഇന്നും തുടരുമ്പോൾ 32 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ചരിത്ര സാഹസത്തിന് സ്വയം വിശ്വാസം അർപ്പിച്ചു എന്നത് സംഗീത് ശിവന് മാത്രം സാധ്യമാകുന്ന ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. 1993 ഗാന്ധർവം റിലീസാകുന്നത്. ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിലുള്ള സാധാരണ പ്രണയ ചിത്രം എന്നതിലുപരി ഗാന്ധർവം പ്രിയപ്പെട്ടതാകുന്നത് അതിലെ സാങ്കേതികമായ മുന്നേറ്റങ്ങൾ കൊണ്ടാണ്. നായകൻ്റെ ഇൻട്രോ സീനും തുടർന്നുള്ള ബേക്ക് സ്റ്റണ്ടും തുടങ്ങി ശബ്ദമിശ്രണവും ഷോട്ടുകളിലെ പുതുമയും സിനിമയുടെ തുടക്കം മുതലേ ഒരു മികച്ച അനുഭവമായി മാറുന്നു. സംഗീത് ശിവന്റെ ക്ലാസിക് വർക്കുകളിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് 1995 ഇറങ്ങിയ നിർണയം തന്നെയാണ്. അമേരിക്കൻ ചിത്രമായ ദി ഫ്യൂജിറ്റീവിന്റെ മലയാളം റീമേക്കായാണ് നിർണയം വരുന്നതെങ്കിലും ഫ്യൂജിറ്റീവിനോട് തോന്നാത്ത ഒരു തരം വൈകാരിക ബന്ധം നിർണയത്തിനോട് തോന്നിയേക്കാം. കാരണം പ്രധാന കഥാപാത്രങ്ങളായ ഡോക്ടർ റോയിയും ഡോക്ടർ ആനിയും എന്താണെന്നും എന്താണ് അവരുടെ ബന്ധമെന്നും നിർണയത്തിൽ മാത്രമാണ് കാണാനാവുക. സ്വന്തം ഭാര്യയെ കൊന്നത് താനല്ല എന്നും തനിക്കതിന് കഴിയില്ല എന്നും സാവധാനത്തിൽ പറഞ്ഞു തുടങ്ങി പൊട്ടിക്കരച്ചിലേക്ക് എത്തുന്ന കോടതി സീൻ മോഹൻലാൽ എന്ന നടന്റെ ഓർത്തുവെക്കുന്ന അവതരണങ്ങളിലൊന്നാണ്. നായകന്റെ ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടലും വെപ്പുകൈയുള്ള വില്ലനും സീറ്റിന് അറ്റത്തിരുന്നു മാത്രമാണ് പ്രേക്ഷകരിന്നും കാണുന്നത്. മികച്ച സിനിമകൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഫോർവേഡായ സിനിമാ ലോകത്തിൻ്റെ സാധ്യതകളൊന്നുമില്ലാതിരുന്ന കാലത്ത്, ഹോളിവുഡ് ആക്ഷൻ സിനിമകളുടെ കട്ടുകൾ വിദൂര സ്വപ്നം മാത്രമായിരുന്ന കാലത്ത് മലയാളത്തിൽ അത് സാധിക്കുമെന്ന് കഴിവുകൊണ്ട് തെളിയിച്ചു എന്നിടത്താണ് സംഗീത് ശിവൻ മറ്റു കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. കാലങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു മാജിക്കായി തുടരുമ്പോൾ, സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമായി അദ്ദേഹം മാറുമ്പോൾ സംഗീത് ശിവൻ എന്ന സംവിധായകൻ മരണമില്ലാതെയാണ് മടങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം.